ദശകം 75 കംസവധം. പ്രാതസന്ത്രസ്തഭോജക്ഷിതിപതിവജസാ പ്രസ്തുതേ മല്ലതൂരേ സംഘേ രാജ്ഞാം ച മഞ്ജാനഭ്യയുഷി ഗതേ നന്ദഗോപേ ബിഹർമ്മ്യം കംസേ സൗദാധിരൂഢേ ത്വമപി സഹബല സാനുഗശ്ചാരുവേഷോ രംഗദ്വാരം ഗതോ ഭൂ കുപിതകുവലയാ പീഡനാഗാവലീഡം. പ്രാതഃ സന്ത്രസ്ത ഭോജക്ഷിതിപതി വജസാ പ്രസ്തുതേ മല്ലതൂരേ സംഘേ രാജ്ഞാം ച മഞ്ജാൻ അഭ്യയുഷി ഗതേ നന്ദഗോപേ അഭിഹർമ്മ്യം കംസേ സൗധ അധിരൂഢേ ത്വമപി സഹബലഃ സാനുഗഃ ചാരുവേഷഃ രംഗദ്വാരം ഗതഃ അഭൂഃ കുപിതകുവലയാ പീഡനാഗാവലീഢം. പ്രാതഃ സന്ത്രസ്തഭോജക്ഷിതിപതിവജസാ പ്രസ്തുതേ മല്ലതൂരേ. പ്രാതഃ പ്രഭാതമായപ്പോൾ സന്ത്രസ്തഭോജക്ഷിതിപതി തലേനാൾ ശ്രീകൃഷ്ണ ഭഗവാൻ ആ ധനുസ് ഒടിച്ചതിൻ്റെതായ ശബ്ദം കേട്ടപ്പോൾ വല്ലാതെ ഭയന്നിരുന്നു കംസൻ. അപ്രകാരം ഭയത്തോടു കൂടിയിരിക്കുന്ന ആ കംസൻ്റെ വജസ ആജ്ഞയനുസരിച്ച് മല്ലതൂര്യ പ്രസ്തുതേ ആ മല്ലയുദ്ധത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് പെരുമ്പറ മുഴങ്ങി. അപ്പോൾ സംഘേ രാജ്ഞാം ച മഞ്ജാൻ അഭ്യയുഷി രാജാക്കന്മാരുടെ സംഘങ്ങൾ ഒക്കെ മേടകളിൽ കയറി സ്ഥാനം പിടിച്ചു ഈ മല്ലയുദ്ധം കാണാനായിട്ട്. ഗതേ നന്ദഗോപേ അഭിഹർമ്മ്യം നന്ദഗോപരും മാളികയിൽ സ്ഥാനം പിടിച്ചു. കംസേ സൗദാതിരൂഢേ കംസനും ആ മാളികയുടെ ഏറ്റവും മുകളിലത്തെ നിലയിൽ കയറിയിരുന്നു. ത്വമപി സഹബലഃ സാനുഗ ചാരുവേഷഃ ഗുരുവായൂരപ്പ അങ്ങാവട്ടെ സഹബലഃ ബലരാമ സഹിതനായിട്ട് സാനുഗ കൂടെ വന്നിരിക്കുന്ന കൂട്ടുകാരോടൊപ്പം ചാരുവേഷഃ മനോഹരമായ വേഷധാരികളായിട്ട് രംഗദ്വാരം ഗതഃ അഭൂഹു പ്രവേശന കവാടത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അപ്പോൾ കുപിത കുവലയാ പീഡനാഗാവലീഢം അവിടെ കോപിച്ചു നിൽക്കുന്ന കുവലയാപീഠം എന്ന് പറയുന്ന ആന ആ രംഗദ്വാരത്തിൻ്റെ മാർഗം അടച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. കംസൻ തലേനാൾ കേട്ട ആ വില്ല് ഒടിക്കുന്നതിൻ്റെ ശബ്ദം വല്ലാതെ ഭയപ്പെടുത്തുന്നതായിരുന്നു എന്നുള്ളത് ഓർത്തുകൊണ്ട് ഇപ്പോൾ പ്രഭാതത്തിൽ തന്നെ ആ മല്ലരംഗം സജ്ജീകരിക്കുന്നതിനും അതിനുവേണ്ട പെരുമ്പറ മുഴക്കുവാനും ഒക്കെയുള്ള നിർദ്ദേശം നൽകി, അല്ലെങ്കിൽ ആജ്ഞ നൽകി. അപ്പോൾ രാജാക്കന്മാരുടെ സംഘമെല്ലാം ഈ മല്ലയുദ്ധം കാണുന്നതിനായിട്ട് എത്തിച്ചേർന്നിരുന്നു. അവരൊക്കെ മേടകളിൽ കയറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് നന്ദഗോപരും ആ മാളികയിൽ സ്ഥാനം പിടിച്ചിരുന്നു. കംസനാണെങ്കിൽ അതിൽ ഏറ്റവും മുകളിലത്തെ നിലയിൽ കയറി ഇരിക്കുകയും ചെയ്തു. ആ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനും ബലഭദ്രരും കൂടെ വന്നിരിക്കുന്ന ഗോപന്മാരും ഒക്കെ മനോഹര വേഷധാരികളായിട്ട് ആ രംഗദ്വാരത്തിൻ്റെ മുൻപിലേക്ക് എത്തിച്ചേർന്നു, പ്രവേശന കവാടത്തിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചേർന്നു. അപ്പോഴാണ് അവിടെ കുവലയാപീഠം എന്ന് പറയുന്ന ആന ആ മാർഗം അടച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ടത്. ഈ കുവലയാപീഠം എന്ന് പറയുന്ന ആന ഭയങ്കരമായ ശക്തിയുള്ള ഒരു ആനയായിരുന്നു. അത് ജരാസന്ധൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്ന ആനയായിരുന്നു. ആർക്കാണോ ഈ കുവലയാപീഠത്തെ തോൽപ്പിക്കുവാൻ കഴിയുന്നത് അവർക്ക് തൻ്റെ 2 പെൺമക്കളെ അസ്ഥി എന്നും പ്രാപ്തി എന്നും പേരായ 2 പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുക്കും എന്നെല്ലാം ഉള്ളൊരു മത്സരം നടത്തിയപ്പോൾ ആ മത്സരത്തിൽ വിജയിയായത് ഈ കംസനായിരുന്നു. അങ്ങനെയാണ് കംസന് രണ്ട് ഭാര്യമാരെയും കൂട്ടത്തിൽ
ഈ കുവലയാപീഠം എന്ന് പറയുന്ന ആനയെയും ജരാസന്ധൻ നൽകിയത്. ആ കുവലയാപീഠം 1000 ഗജങ്ങളുടെ ശക്തിയുള്ളതായിരുന്നു. ആർക്കാണോ അതിനെ തോൽപ്പിക്കാൻ കഴിയുന്നത് അയാളെ എല്ലാവരും സമാദരിക്കും എന്നുള്ള ഒരു ചിന്ത കൂടി അതിൻ്റെ പിന്നിലുള്ള. അങ്ങനെയാണ് കംസൻ ജരാസന്ധൻ്റെ പെൺകുട്ടികളെ വിവാഹം ചെയ്തതും. അപ്പോൾ ആ 1000 ആനയുടെ ശക്തിയുള്ള കുവലയാപീഠത്തെ തോൽപ്പിക്കാനായിട്ട് എന്തായാലും ഈ ഇടയ ബാലന്മാർക്ക് സാധിക്കുകയില്ല എന്നുള്ള സങ്കല്പത്തിലാവാം ആദ്യം പ്രവേശന കവാടത്തിൽ തന്നെ ഈ കുവലയാപീഠത്തെ കൊണ്ടുവന്ന് വയ്ക്കുവാനായിട്ട് കംസൻ തീരുമാനിച്ചത്. പ്രാതസന്ത്രസ്തഭോജക്ഷിതിപതിവജസാ പ്രസ്തുതേ മല്ലതൂര്യേ സംഘേ രാജ്ഞാം ച മഞ്ജാൻ അഭ്യയുഷിഗതേ നന്ദഗോപേ ബിഹർമ്യം കംസേ സൗദാതിരൂഢേ ത്വമപി സഹബല സാനുഗശ്ചാരുവേഷോ രംഗദ്വാരം ഗതോപു കുപിതകുവലയാ പീഡനാഗാവലീഠം പാപിഷ്ടാഭേഹി മാർഗാദ്രുതമിതി വചസാ നിഷ്ഠുരക്രുദ്ധബുദ്ധേ അംബഷ്ടസ്യ പ്രണോദാദധിഗജവജുഷാ ഹസ്തിനാ ഗൃഹ്യമാണ കേളീമുക്തോദ ഗോപീകുജകലശചിരസ്പർദ്ധിനം കുംഭമസ്യ വ്യാഹത്യ ലീയഥാസ്ത്വം ചരണഭുവി പുനർനിർഗതോ വൽഗുഹാസി പാപിഷ്ട അപേഹി മാർഗാദ്രുതം ഇതി വചസാ നിഷ്ഠുരക്രുദ്ധബുദ്ധേഃ അംബഷ്ടസ്യ പ്രണോദാത് അധിഗജവജുഷാ ഹസ്തിനാ ഗൃഹ്യമാണഃ കേളിമുക്തഃ അഥ ഗോപീകുജകലശചിരസ്പർദ്ധിനം കുംഭം അസ്യ വ്യാഹത്യ അലീയതാഃ ത്വം ചരണഭുവി പുനഃ നിർഗതഃ വൽഗുഹാസി പാപിഷ്ട അപേഹി മാർഗാദ്രുതം. പ്രവേശന കവാടത്തിലേക്ക് എത്തിയ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ആനയെ കണ്ടപ്പോൾ ആ ആനയോട് പറയുകയാണ്, പാപിഷ്ട അപേഹി മാർഗാദ്രുതം, ഹേ മഹാപാപി, മാർഗാദ്രുതം അപേഹി, ഈ മാർഗത്തിൽ നിന്ന് വഴിയിൽ നിന്ന് വേഗം മാറിക്കോളൂ. ഇതിവചസ, ഇപ്രകാരമുള്ള ഭഗവാന്റെ വാക്ക് കേട്ടപ്പോൾ നിഷ്ഠുരക്രുദ്ധബുദ്ധേഹേ അംബഷ്ടസ്യ, ഏറ്റവും കോപിഷ്ഠനായിത്തീരുന്ന ആ ആനക്കാരൻ്റെ പ്രണോദാത് പ്രേരണയാൽ അധിഗജവജുഷാ ഹസ്തിന, വളരെ വേഗം ഉള്ളതായ ഈ ആനയാൽ ഗൃഹ്യമാണഃ, ഭഗവാൻ പിടിക്കപ്പെട്ടു. കേളിമുക്ത, ഭഗവാൻ ലീലയായിട്ട് ആ ആനയുടെ കയ്യിൽ നിന്നും പിടിവിടുവിച്ചു. എന്നിട്ട് ഗോപീകുജ കലശചിര സ്പർദ്ധിനം കുംഭം അസ്യ വ്യാഹത്യ അലീയതാഃ ത്വം ചരണഭുവി. ഗോപീകുജ കലശചിര സ്പർദ്ധിനം കുംഭം, വളരെ കാലമായി അല്ലെങ്കിൽ വൃന്ദാവനത്തിലുള്ള തൻ്റെ വാസത്തിനിടയിൽ ഗോപികളുമായി ഉണ്ടായ ആ അംഗസംഘത്തിൽ അവരുടെ കുജങ്ങളിലൊക്കെ സ്പർശിച്ചുകൊണ്ടുണ്ടായിരുന്ന ആ അനുഭവം വെച്ച് അതിനേക്കാൾ ഒരു വലിയ സ്ഥാനമോ എന്ന് തോന്നുന്നത് പോലെയുള്ള കുവലയാപീഠത്തിൻ്റെ മസ്തകത്തിൽ വ്യാഹത്യ ആഞ്ഞടിച്ചു. എന്നിട്ട് അലീയതാഃ ത്വം ചരണഭുവി, എന്നിട്ട് ഭഗവാൻ പോയി മറന്നത് എവിടെയാണ്? ചരണഭുവി, ഈ ആനയുടെ കാലുകൾക്കിടയിൽ പോയി ഒളിച്ചു. എന്നിട്ട് പുനഃ നിർഗതഃ വൽഗുഹാസി, കുറച്ച് കഴിഞ്ഞപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയും ചെയ്തു. രംഗദ്വാരത്തിലേക്ക് ഭഗവാൻ പ്രവേശിക്കുന്ന ആ സമയത്ത് വഴി മുടക്കി നിന്നിരുന്ന കുവലയാപീഠം എന്നുള്ള ആനയെ കണ്ടപ്പോൾ, ഹേ മഹാപാപി, വഴിയിൽ നിന്ന് മാറി നിൽക്കൂ എന്ന് പറഞ്ഞത് കേട്ട ആ വാക്കുകൾ അനുസരിക്കുന്നവനായ ആനക്കാരൻ്റെ വർദ്ധിത കോപത്തോടുകൂടിയുള്ള ആനയെക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെതിരെ തിരിച്ചു നിർത്തി. ആ ആന ഭഗവാനെ പെട്ടെന്ന് തന്നെ കടന്ന് പിടിച്ചു. എന്നാൽ ലീലയായിട്ട് തന്നെ ഭഗവാൻ
ആ ആനയുടെ കൈകളിൽ നിന്നും അല്ലെങ്കിൽ തുമ്പിക്കൈയിൽ നിന്നും പിടിവിടുവിച്ചിട്ട് ആ ആനയുടെ മസ്തകത്തിൽ ആഞ്ഞടിച്ചു. അത് കഴിഞ്ഞ് ഈ ആനയുടെ തന്നെ കാലുകൾക്കിടയിൽ പോയിട്ട് ഒളിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ പുഞ്ചിരിയോടുകൂടി ഭഗവാൻ പുറത്തേക്ക് വന്നു. കംസൻ്റെ നിർദ്ദേശം അനുസരിച്ച് ആനക്കാരൻ ഭഗവാന്റെ വഴി മുടക്കിക്കൊണ്ടാണ് ആ രംഗദ്വാരത്തിൽ വന്ന് നിലയുറപ്പിച്ചത്. എപ്പോഴാണോ ഭഗവാനും ബലഭദ്രനും അങ്ങോട്ട് പ്രവേശിക്കാൻ ഒരുങ്ങുന്നത്, അവിടെ വെച്ച് തന്നെ ഇവർ രണ്ടുപേരെയും തീർക്കണം എന്നുള്ളതായിരുന്നു കംസൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ആനക്കാരനെയും കോലയാപീഠത്തെയും ഒക്കെ തയ്യാറാക്കി അവിടെ നിർത്തിയിരുന്നത്. എന്നാൽ ഭഗവാൻ വന്ന് ഈ രംഗം കണ്ട് മഹാപാപികളെ മാറി നിൽക്കൂ എന്നുള്ള ആ ആജ്ഞ കേട്ടപ്പോൾ ആനക്കാരന് ഉണ്ടായ ക്രോധം മൂലം ആനയെ പ്രേരിപ്പിച്ച് ഭഗവാനെ ആക്രമിക്കാനായിട്ട് തയ്യാറായി. ആന ഭഗവാനെ തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടി കയ്യിലെടുത്തു. ഭഗവാൻ ആ കോലയാപീഠത്തിൻ്റെ തുമ്പിക്കൈയിൽ നിന്നും ലീലയായിട്ട് തന്നെ പിടിവിടുവിച്ചിട്ട് കോലയാപീഠത്തിൻ്റെ മസ്തകത്തിൽ ആഞ്ഞടിച്ചു. അതിനുശേഷം ഭഗവാൻ ആനയുടെ കാലുകൾക്കിടയിൽ പോയി ഒളിച്ചതിന് ശേഷം മന്ദസ്മിതത്തോടുകൂടി പുറത്തേക്ക് വരുന്ന ഒരു രംഗം കൂടിയാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇവിടെ മോശമായ മനസ്സോടുകൂടി ആരൊക്കെ ഭഗവാനെ ഏതൊരു ഉദ്യമത്തിലും തടയാൻ ശ്രമിച്ചാലും അവർക്കെല്ലാം അവിടെ നാശമാണ് സംഭവിക്കുക എന്നുള്ള ആ ഗീതാവചനം ഇവിടെ പ്രാവർത്തികമായി കാണുകയാണ്. അവിടെ അധർമ്മം ചെയ്യുന്ന ആളുകളെയൊക്കെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടുള്ള ഈ അവതാര സ്വരൂപത്തിന് മുൻപിൽ യാതൊരു പ്രതിബന്ധങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ആ ആനയ്ക്ക് കിട്ടുന്ന ഉഗ്രമായ പ്രഹരം. എന്നാൽ ഭഗവാൻ കേവലം ഈ ഒരു പ്രഹരത്തിൽ കൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാവും. എന്തായാലും ഈശ്വരീയമായ ഇംഗിതത്തിന് മുൻപിൽ ഭൗതികങ്ങളായ യാതൊരു പ്രതിബന്ധങ്ങളും തടസ്സങ്ങളല്ല എന്ന് കാണിക്കുന്ന ഒരു ശ്ലോകം കൂടിയാണ് ഇത്. പാപിഷ്ടാപേഹി മാർഗാ ദ്രുതമിതി വജസാ നിഷ്ഠുരക്രുദ്ധബുദ്ധേ അംബഷ്ടസ്യ പ്രണോദാദധിഗജവജുഷാ ഹസ്തിനാ ഗൃഹ്യമാണ കേളീഭുക്തോദഗോപീകുചകലശചിരസ്പർദ്ധിനം കുംഭമസ്യ വ്യാഹത്യാലീയഥാസ്ത്വം ചരണഭുവി പുനർനിർഗതോ വൽഗുഹാസി ഹസ്തപ്രാപ്യോപ്യഗമ്യോ ജഡിതി മുനിജനസ്യേവ ധാവൻ ഗജേന്ദ്രം ക്രീഡന്നാപാത്യ ഭൂമൗ പുനരഭിപതതസ്തസ്യ ദന്തം സജീവം മൂലാതുന്മൂല്യ തന്മൂലകമഹിതമഹാമൗക്തികാന്യാത്മമിത്രേ പ്രാതാസ്ത്വം ഹാരമേഭിർലളിതവിരചിതം രാധികാयै ദിശേതി ഹസ്തപ്രാപ്യഃ അഭി അഗമ്യഃ ജഡിതി മുനിജനസ്യ ഏവ ധാവൻ ഗജേന്ദ്രം ക്രീഡൻ ആപാത്യ ഭൂമൗ പുനഃ അഭിപതതഃ തസ്യ ദന്തം സജീവം മൂലാത് ഉന്മൂല്യ തന്മൂലകമഹിതമഹാമൗക്തികാനി ആത്മമിത്രേ പ്രാതാഃ ത്വം ഹാരം ഏഭിഃ ലളിതവിരചിതം രാധികാयै ദിശ ഇതി. ഹസ്തപ്രാപ്യഃ അഭി അഗമ്യഃ, കൈയെത്തും ദൂരത്താണ് ഭഗവാൻ നിൽക്കുന്നത് എങ്കിലും അഗമ്യൻ, തൊടുവാൻ സാധിക്കുന്നുണ്ടെങ്കിലും മുനിജനസ്യേവ, മഹർഷിമാർക്ക് ഏത് പ്രകാരത്തിലാണോ അടുത്ത് കൈകൊണ്ട് തന്നെ തൊടുവാൻ സാധിക്കുന്നുണ്ട് എങ്കിലും അഭി അഗമ്യ ധാവൻ ക്രീഡൻ, എങ്കിലും പിടികൊടുക്കാതെ ഭഗവാൻ ഇങ്ങനെ ക്രീഡയായിട്ട് ഓടിക്കളിച്ച് ആപാത്യ ഭൂമ പുനഃ ഗജേന്ദ്രം, എന്നിട്ട് ആ കൊമ്പനാനയെ പെട്ടെന്ന് നിലത്ത് വീഴ്ത്തി. അഭിപതതഃ, വീണ്ടും ഇങ്ങനെ
കോപിച്ചു വരുന്ന ഈ ആന അതിൻ്റെ തസ്യ ദന്തം സജീവം മൂലാത് ഉന്മൂല്യ, അതിൻ്റെ കൊമ്പിൽ പിടിച്ചുകൊണ്ട് അതിൻ്റെ മൂലത്തിൽ നിന്ന് പിഴുതെടുത്തു ഭഗവാൻ. എന്നിട്ട് തന്മൂലക മഹിതമഹാമൗക്തികാനി, ആ കൊമ്പിൻ്റെ ഉള്ളിലിരിക്കുന്ന അറ്റത്തുണ്ടായിരുന്ന മുത്തുകളെ എടുത്തിട്ട് ആത്മമിത്രേ പ്രാദാഹ, തൻ്റെ ആത്മമിത്രമായിരിക്കുന്ന ശ്രീദാമാവിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഹാരം ഏബിഹി ലളിത വിരചിതം, ഏബിഹി ഈ മുത്തുകളെ കൊണ്ട് ഒരു ഹാരം ലളിത വിരചിതം, ഭംഗിയായിട്ടൊരു മുത്തുമാല ഉണ്ടാക്കണം. എന്നിട്ട് രാധികായൈ ദിശ ഇതി, ഇത് രാധികയ്ക്ക് അല്ലെങ്കിൽ രാധയ്ക്ക് കൊടുക്കണം എന്ന് നിർദ്ദേശിച്ചു. സാധാരണ മുനിമാർക്ക് അവരുടെ ധ്യാനമാർഗത്തിൽ മാത്രം കണ്ടെത്തുവാൻ കഴിയുന്നതും എന്നാൽ തൊടുവാൻ സാധിക്കും ഇല്ല എന്നുള്ള ഒരവസ്ഥയിൽ എത്തുന്ന ആ ഒരു അനുഭവത്തോട് കൂടിയിരിക്കുന്നവനും ഈ ആനയുടെ മുൻപിൽ ആനയ്ക്ക് പിടിക്കുവാൻ കിട്ടിയിട്ട് വഴുതി പോകുന്ന രീതിയിലുള്ള ഭഗവാന്റെ ആ ലീല പിടികൊടുക്കാതെ ഇങ്ങനെ ചുറ്റും ഓടിക്കളിച്ചിട്ട് ആ കൊമ്പൻ ആനയെ പെട്ടെന്ന് ഭഗവാൻ നിലത്ത് വീഴ്ത്തി. അത് കഴിഞ്ഞിട്ട് വീണ്ടും കോപിച്ച് തനിക്ക് നേരെ വരുന്ന ആ ആനയുടെ കൊമ്പ് ജീവനോടുകൂടി പറിച്ചെടുത്തു ഭഗവാൻ. എന്നിട്ട് അതിൻ്റെ കടയ്ക്കൽ ഉള്ള ആ മുത്തുമണികളെ എടുത്തിട്ട് സുഹൃത്തായിരിക്കുന്ന ശ്രീദാമാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് ഒരു ഭംഗിയുള്ള മാല ഉണ്ടാക്കിയിട്ട് അത് രാധയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇവിടെ കുവലയാപീഠം എന്ന് പറയുന്ന ആനയെ നിയോഗിച്ചുകൊണ്ട് കംസൻ കൃഷ്ണാർജുനന്മാരെ വധിക്കുവാനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിരുന്നത്. എങ്കിലും അചിന്ത്യമായ ശക്തിയോടുകൂടിയിരിക്കുന്ന ഭഗവാൻ ആ കൊമ്പനാനയെ ആദ്യം ഒന്ന് കളിപ്പിച്ചുവെങ്കിലും വീണ്ടും ക്രുദ്ധനായിട്ട് തനിക്ക് നേർക്ക് അടുക്കുന്ന ആനയുടെ കൊമ്പിൻ്റെ മൂലത്തോടുകൂടി പറിച്ചെടുക്കുകയാണ് ഭഗവാൻ ചെയ്തത്. അതിനുശേഷം ആ കൊമ്പിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മുത്തുമണികളെയൊക്കെ എടുത്തുകൊണ്ട് ശ്രീദാമാവിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് നല്ലൊരു മാലയുണ്ടാക്കിയിട്ട് രാധയ്ക്ക് കൊടുക്കണം എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുവലയാപീഠം എന്ന് പറയുന്ന ആന എത്രമാത്രം ശൗര്യത്തോടു കൂടിയും ക്രോധത്തോടു കൂടിയുമാണ് ഭഗവാനെ വധിക്കണം എന്നുള്ള ഇച്ഛയോടുകൂടി സമീപിക്കുന്നത്. അതിനെ ആ ദിശയിലേക്ക് പ്രേരിപ്പിച്ചു കൊണ്ടിരുന്ന ആനക്കാരൻ ഇവർ രണ്ടുപേരും ചേർന്ന് ഭഗവാനെയും ബലഭദ്രയെയും ഒക്കെ വധിക്കുവാനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിരുന്നതെങ്കിലും അവിടെ അചിന്ത്യമായ ശക്തിയുടെ ഉടമയായിരിക്കുന്ന ഭഗവാനാവട്ടെ 1000 ആനകളുടെ ശക്തിയുള്ള ഈ കുവലയാപീഠത്തിൻ്റെ കൊമ്പിൽ പിടിച്ചുകൊണ്ട് അതിനെ മൂലത്തിൽ നിന്ന് പിഴുതെടുക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മളെല്ലാം ഉള്ള ഞാനെന്ന ഭാവം അല്ലെങ്കിൽ അഹങ്കാരം എപ്പോഴെല്ലാം അത് ഭഗവാനോടോ ഭക്തന്മാരോടോ ഒക്കെ കാണിച്ചാൽ അത് നമ്മളുടെ സമസ്ത അഹങ്കാരത്തിനും പൂർണ്ണമായ നാശത്തിനും ഒക്കെ കാരണമായി തീരും എന്നുകൂടി നമുക്കിവിടെ സൂചിപ്പിച്ചു തരികയാണ് ഈ ശ്ലോകത്തിലൂടെ മേൽപ്പത്തൂർ. നമ്മുടെ ഭൗതികമായ ഏതൊരു ശക്തിയും അത് ധനമാകട്ടെ, ബന്ധുക്കളാവട്ടെ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഉന്നതമായ ആരോഗ്യമാവട്ടെ, എല്ലാം നൽകുന്നയാൾ ഈശ്വരനാണ്. ആ ഈശ്വരനെ മതിമറന്നുകൊണ്ട് അങ്ങോട്ടേക്കൊരു ആക്രമണം നടത്താം എന്ന് ചിന്തിക്കുന്ന മൂഢന്മാർക്ക് നിശ്ചയമായും ഈ കുവലയാപീഠത്തിൻ്റെ അവസ്ഥയെ തന്നെ പ്രാപിക്കേണ്ടതായി വരും എന്നുള്ളൊരു സൂചന കൂടി നൽകുകയാണ് ഈ ശ്ലോകത്തിൽ. ഹസ്തപ്രാപ്യോപ്യഗമ്യോ ജഡിതി മുനിജനസ്യേവധാവൻ ഗജേന്ദ്രം ക്രീഡന്നാപാത്യ ഭൂമൗ പുനരവിപതതസ്തസ്യ ദന്തം സജീവം മൂലാദുന്മൂല്യ തന്മൂലകമഹിതമഹാമൗക്തികാന്യാത്മമിത്രേ
പ്രാതാസ്ത്വം ഹാരമേഭിർലളിതവിരചിതം രാധികാयै ദിശേതി ഗൃഹ്ണാനം ദന്തവംസേയുതമദഹലിനാരംഗമംഗാവിശന്തം ത്വം മംഗല്യാംഗഭംഗീരപസഹൃതമനോലോചനാ വീക്ഷ്യലോകാഃ ഹംഹോ ധന്യോ ഹി നന്ദോ നഹി പശുപാലാംഗന നോ യശോദ നോ ധന്യേക്ഷണാസ്മാ ത്രിജഗതി വയമേവേദി സർവേ ശശംസു ഗൃഹ്ണാനം ദന്തം അംസേ യുതം അധഹലിനാ രംഗം അംഗ ആവിശന്തം ത്വം മംഗല്യ അംഗഭംഗീരപസ ഹൃദ മനോലോചനാ വീക്ഷലോകാഃ ഹംഹോ ധന്യഃ ഹി നന്ദഃ നഹി പശുപാലാംഗനാഃ ന യശോദ നോ ധന്യേക്ഷണാഃ സ്മ ത്രിജഗതി വയം ഏവ ഇതി സർവേ ശശംസുഃ ഗൃഹ്ണാനം ദന്തമംസേ യുതം അധ ഹലിന ഗൃഹ്ണാനം ദന്തം അംസേ ആ കുവലയാപീഠത്തിൻ്റെ കൊമ്പിൻ്റെ മൂലത്തിൽ നിന്ന് പറിച്ചെടുത്ത് ആനയെ വധിച്ചതിന് ശേഷം ആ രണ്ട് കൊമ്പിൽ ഒരെണ്ണം ശ്രീകൃഷ്ണ ഭഗവാനും മറ്റേത് ബലഭദ്രരും എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് അംസേ തോളിൽ വെച്ചുകൊണ്ട് രംഗം ആവിശന്തം മല്ലരംഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇവർ രണ്ടുപേരും. ത്വാം അങ്ങനെ പ്രവേശിക്കുമ്പോൾ മംഗല്യ അംഗഭംഗീരഭസ മനോഹരമായ അംഗലാവണ്യത്തോടു കൂടിയ ഭഗവാന്റെ ആ രൂപം കണ്ടിട്ട് ഹൃദ മനോലോചനാഹ ഹരിക്കപ്പെട്ട മനസ്സും കണ്ണുകളും ഉള്ളവരായി തീർന്നു എല്ലാവരും. വീക്ഷ്യ ലോകാഹ ഇത് കണ്ട ലോകരെല്ലാം മനസ്സും ഹൃദയവും ഹരിക്കപ്പെട്ടവരായി തീർന്നു. എന്നിട്ട് അവർ പറയുകയാണ് ഹംഹോ ധന്യഃ നമ്മളാണ് ഭാഗ്യവാന്മാർ, ഈ രംഗം കാണാൻ നമുക്ക് സാധിച്ചുവല്ലോ. ആ നന്ദഗോപരാണ് ധന്യവാൻ. നഹി പശുപാലാംഗനാഹ അല്ലല്ല ആ ഗോപസ്ത്രീകളാണ് ധന്യകൾ. നോ യശോദ ആ യശോദയാണ് ഭാഗ്യവതി. നോ ധന്യ ഈക്ഷണാഹ സ്മ ഇത് ഈ കാഴ്ച കാണാൻ സാധിച്ച നമ്മൾ തന്നെയാണ്. ത്രിജഗതി വയം ഏവ ഈ മൂന്ന് ലോകത്തിലും ഏറ്റവും ധന്യരായത് നമ്മൾ തന്നെയാണ്. ഇത് സർവേ ശശംസുഹു ഇപ്രകാരം എല്ലാവരും പറഞ്ഞു എന്നാണ് പറയുന്നത്. കോലയാപീഠത്തിനെ വധിച്ച് അതിൻ്റെ കൊമ്പ് ആ മൂലത്തോടെ പറിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ മുത്തുമണികളെയൊക്കെ ശ്രീധാമാവിന് നൽകി ഇതുകൊണ്ടൊരു മനോഹരമായ ഹാരം ഉണ്ടാക്കിയിട്ട് രാധികയ്ക്ക് നൽകണം എന്നെല്ലാം പറഞ്ഞേൽപ്പിച്ചതിന് ശേഷം ആ രണ്ട് കൊമ്പും എടുത്ത് ബലഭദ്രരും ശ്രീകൃഷ്ണ ഭഗവാനും ഓരോന്നായി എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് മല്ലരംഗത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഭഗവാന്റെ ശരീരത്തിൻ്റെ മനോഹരമായ ലാവണ്യം കണ്ടിട്ട് അതിനാൽ അപഹൃതരായ മനസ്സും ഹൃദയവും ഒക്കെ കൂടിയവരായ ലോകരെല്ലാം ചിന്തിച്ചു, ഈ നന്ദഗോപരാണ് ഏറ്റവും ഭാഗ്യശാലി, അല്ല ആ ഗോപസ്ത്രീകളാണ് ഏറ്റവും ഭാഗ്യശാലികൾ, അതുമല്ല യശോദയാണ് ഏറ്റവും ഭാഗ്യവതി. ഇതൊന്നുമല്ല, ഇപ്രകാരമുള്ള രംഗത്തെ കാണുവാനായിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ രൂപത്തെ ദർശിക്കുവാൻ കഴിഞ്ഞ് നമ്മൾ തന്നെയാണ് ഈ ത്രിഭുവനത്തിലും ഏറ്റവും വലിയ ഭാഗ്യശാലികൾ എന്ന് ലോകരെല്ലാം പറഞ്ഞു എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത്. ഇവിടെ ഭഗവാന്റെ ഈ മല്ലരംഗ പ്രവേശം കാണുമ്പോൾ അത് നോക്കിക്കാണുന്ന വിഭിന്നരായ ആളുകൾ അവർക്കൊക്കെ യഥാരുചി ഉള്ള രൂപമാണ് ഭഗവാനിൽ കാണാൻ കഴിയുന്നത്. ഭാഗവതത്തിൽ മല്ലാനാമശനിർ നൃണാം നരവര സ്ത്രീണാം സ്വരോ മൂർത്തിമാൻ ഗോപാനാം സ്വജനോ സദാം ക്ഷിതിഭുജാം ശാസ്താ സ്വപിത്രോ ശിശോ മൃത്യുർഭോജപതേർവിരാടവിദുഷാം തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവതേതി വിദിതോ രംഗം ഗത സാഗ്രജ. അവിടെ പറഞ്ഞ മല്ലാനാം അശനിഹി ആ മല്ലരംഗത്തിലേക്ക് കടന്നു വരുന്ന കൃഷ്ണാർജുനന്മാരെ കണ്ടിട്ട് ആ മല്ലയുദ്ധക്കാരെല്ലാം ഏത് പ്രകാരത്തിൽ കാണുന്നത് അശനിപാതം വരുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. നൃണാം നരവര ഈ മല്ലരംഗം കാണാനായിട്ട് അവിടെ
വന്ന് ഉപവിഷ്ടരായിരിക്കുന്ന രാജാക്കന്മാരൊക്കെ ഒരു രാജശ്രേഷ്ഠനായിട്ടാണ് ഭഗവാനെ കാണുന്നത്. സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ, എന്നാലോ അവിടെ കൂടിയ സ്ത്രീജനങ്ങൾക്കാണെങ്കിലോ കാമദേവനെ പോലെ സുന്ദരനായിരിക്കുന്ന ഭഗവാനെയാണ് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടത്. ഗോപാനാം സ്വജനഃ, എന്നാലോ ആ ഗോപന്മാരൊക്കെല്ലാം തൻ്റെ സ്വന്തം ആള് മല്ലരംഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള ചിന്തയാണുണ്ടായത്. പിന്നെ അസതാം ക്ഷിതിപൂജാം ശാസ്ത, അസത്തുക്കളായ രാജാക്കന്മാർ അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ രാജാക്കന്മാരൊക്കെ അവരെ ശാസിക്കുന്ന രാജാവാണ് വരുന്നത് എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടായത്. മൃത്യുർഭോജപതേഹ, ആ ഭോജരാജാവായ കംസനാണെങ്കിലോ തൻ്റെ മരണം തന്നെയാണ് ഈ വരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് തോന്നിയത്. തത്വം പരം യോഗിനാം, യോഗികൾക്കാണെങ്കിലോ പരമാത്മസ്വരൂപനായ ഭഗവാൻ തന്നെയാണ് ആ മല്ലരംഗത്തിൽ പ്രവേശിക്കുന്നത് എന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടായത്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ രുചിക്കനുസരിച്ചുള്ള ഒരു രൂപമാണ് ഭഗവാനിൽ അവിടെ കൽപ്പിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതേത് രൂപത്തിലാണോ ഓരോരുത്തരും ഭഗവാനെ ഉപാസിക്കുന്നത് ആ രൂപത്തിൽ തന്നെ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് അവർക്ക് തോന്നുന്നു എന്നാണ് പറയുന്നത്. ഗീതയിൽ പറയും പോലെ യേ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം, ആരാര് എന്നെ ഏതേത് സങ്കല്പങ്ങളോട് ഉപാസിക്കുന്നു ഞാൻ അവർക്ക് അതായിത്തീരും, അവർക്ക് ഞാൻ അതിനെ നൽകും എന്ന് പറയുന്നത് പോലെയാണ് ഭഗവാൻ ഇവിടെ ഈ മല്ലരംഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഗൃഷ്ണാനം ദന്തമംസേയുതമതഹലിന രംഗമംഗാവിശന്തം ത്വം മംഗല്യാംഗഭംഗീരഭസകൃതമനോലോചന വീക്ഷലോകാ ഹംഹോധന്യോ ഹി നന്ദോ നഹി നഹി പശുപാലാംഗന നോ യശോദ നോ നോദന്യേക്ഷണാസ്മാതൃജഗതി വയമേ വേദി സർവേ ശംസു. പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത് നിരവധി പരമാനന്ദസാന്ദ്രപ്രകാശം ഗോപേഷു ത്വം വലാസീർന ഖലു ബഹുജനൈസ്താവദാവേദിതോ ഭൂഃ ദൃഷ്ട്വാ ത്വാം തദേദം പ്രഥമമുപഗതേ പുണ്യകാലേ ജനൗഘാഃ പൂർണ്ണാനന്ദാ വിപാപാ സരസമഭിജഗുസ്ത്വത്കൃതാനി സ്മൃതാനി. പൂർണ്ണം ബ്രഹ്മ ഏവ സാക്ഷാത് നിരവധി പരമാനന്ദസാന്ദ്രപ്രകാശം ഗോപേഷു ത്വം വിലാസീഹി നഖലു ബഹുജനൈഃ താവത് ആവേദിതഃ അഭൂഃ ദൃഷ്ട്വാ അദാ ത്വാം തദാ ഇദം പ്രഥമമുപഗതേ പുണ്യകാലേ ജനൗഘാഃ പൂർണ്ണാനന്ദാഃ വിപാപാഃ സരസം അഭിജഗുഃ ത്വത്കൃതാനി സ്മൃതാനി. പൂർണ്ണം ബ്രഹ്മ ഏവ സാക്ഷാത്, ശ്രീകൃഷ്ണ ഭഗവാനെ ആ മല്ലരംഗത്തേക്ക് പ്രവേശിക്കുന്നതായി കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇത് പൂർണ്ണമായ പരബ്രഹ്മം തന്നെയാണ് എന്ന് മനസ്സിലാക്കി. നിരവധി പരമാനന്ദ സാന്ദ്രപ്രകാശം, അവധികളില്ലാത്ത അല്ലെങ്കിൽ നാശമില്ലാത്തതായ പൂർണ്ണമായ ആനന്ദസ്വരൂപൻ തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് മനസ്സിലാക്കി. ഗോപേഷു ത്വം വിലാസീഹി, ആ ഗോപന്മാരുടെ ഇടയിൽ പ്രത്യക്ഷമായിട്ട് പ്രകാരം ശോഭിച്ചു. നഖലു ബഹുജനൈ താവത് ആവേദിതഃ അഭൂഃ, എന്നാൽ ആ കാലം വരേക്കും മധുരയിലെ ജനങ്ങൾക്ക് ഭഗവാനെ ഇപ്രകാരം ന ആവേദിതഃ മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല. ദൃഷ്ട്വാ അദ ത്വാം തദേദം പ്രഥമോപഗതേ പുണ്യകാലേ ജനൗഘാഃ, ജനങ്ങളുടെ പുണ്യകാലേ ഉപഗതേ, പുണ്യകാലം എത്തിച്ചേർന്നപ്പോൾ ദൃഷ്ട്വാ അദ ത്വാം തദേദം, ഇപ്രകാരം ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം പൂർണ്ണാനന്ദ വിപാപാഹ, അവർ എല്ലാ പാപങ്ങളും നശിച്ചവരായിട്ട്
ആനന്ദ സമുദ്രത്തിൽ ആറാടിയവരായി. എന്നിട്ട് സരസം അഭിജഗുഹു, വളരെ മനോഹരമായിട്ട് അവർ പാടിപ്പുകഴ്ത്തി. എന്ത്? ത്വത്കൃതാനി സ്മൃതാനി, അങ്ങയുടെ ബാലലീലകളെയൊക്കെ ഓർത്ത് അതിനെയെല്ലാം ആലപിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. മലരംഗത്തിലേക്ക് പ്രവേശിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടപ്പോൾ അവിടെ കൂടെ നിന്നിരുന്ന ആളുകൾക്കൊക്കെ ഇത് സാക്ഷാത് പരബ്രഹ്മസ്വരൂപം തന്നെയാണ്, നാശമില്ലാത്ത ആ ഈശ്വരൻ തന്നെയാണ് തങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് എന്നത് ആളുകൾക്ക് മനസ്സിലായി. ആ ഗോപന്മാരുടെ ഇടയിൽ വിലസുന്ന ഈ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട ജനങ്ങൾ ഒക്കെ അവരുടെ പാപം നശിച്ചിരുന്നത് കൊണ്ടും ഭഗവാനെ കാണുവാനുള്ള ഒരു യോഗ്യത നേടിയതും കൊണ്ടായിരിക്കാം അവർക്കൊക്കെ എന്തെന്നില്ലാത്ത ആനന്ദം അവരുടെ മനസ്സിൽ നിറയുന്നതും അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ലീലകളെക്കുറിച്ച് ഓർത്ത് സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ ഭഗവാന്റെ ആ സ്വരൂപത്തെ ദർശിക്കുവാനായിട്ട് ഒരു അവസരം ലഭിക്കുക എന്നതിന് ഉള്ള യോഗ്യതയാണ് വിപാപാഹ എന്ന് പറഞ്ഞ് എല്ലാ പാപങ്ങളെയും അകന്നവരായിരുന്നു എന്നതാണ് അവരുടെ യോഗ്യത. ജന്മജന്മാന്തരങ്ങളിൽ ചെയ്തുപോയ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ട് അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചവരുടെ പാപങ്ങൾ ഒക്കെ തീർന്ന് ആ ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഒരു ഭക്തന് ഭഗവത് ദർശനത്തിനുള്ള യോഗ്യത ലഭിക്കുന്നത്. ഇവിടെ ഭഗവാനെ കാണാൻ സാധിച്ച ആ മധുരാപുരി വാസികൾ എല്ലാവരും അപ്രകാരമുള്ള യോഗ്യതയൊക്കെ നേടിയവരായതുകൊണ്ടായിരിക്കാം ഭഗവാനെ ഇപ്രകാരം വളരെ സ്പഷ്ടമായി തന്നെ കാണുവാനായിട്ട് സാധിച്ചത് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഭഗവത്ഗീതയിൽ പറയും, ഭക്ത്യാ ത്വനന്യയാശക്യ അഹമേവം വിദോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരം തപ. 10ാമത്തെ അധ്യായം വിഭൂതി വിസ്തരയോഗം ഉപസംഹരിച്ചുകൊണ്ട് പറയുന്ന ഒരു ശ്ലോകത്തിലാണ് ഇപ്രകാരം പറയുന്നത്. ഭക്ത്യാതു അനന്യയാശക്യ, ഭക്തി ഒന്നുകൊണ്ട് മാത്രം, അനന്യമായ ഭക്തി ഒന്നുകൊണ്ട് മാത്രം എന്നെ താത്വികമായിട്ട് അറിയുവാനും കാണുവാനും എന്നിലേക്ക് പ്രവേശിക്കുവാനും സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു ഭക്തനും തൻ്റെ ഉപാസനയുടെ അവസാന ഘട്ടത്തിൽ ഭഗവത് ദർശനം ലഭിക്കുമ്പോൾ സാലോക്യ സാമീപ്യ സാരൂപ്യ സായുജ്യങ്ങളാകുന്ന ആ മോക്ഷപദത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു യോഗ്യതയായിട്ടാണ് ഈ വിപാപ എന്നുള്ള ഒരു പ്രയോഗം ഇവിടെ മേൽപ്പത്തൂർ നടത്തിയിരിക്കുന്നത്. നമ്മളുടെയും മനസ്സിൽ നിന്ന് എപ്പോഴാണോ പാപങ്ങൾ പൂർണ്ണമായും ഒഴിവാകുന്നത്, അല്ലെങ്കിൽ ചെയ്തുപോയ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് എപ്പോഴാണോ മനസ്സ് ശുദ്ധമായി തീരുന്നത്, തന്നെയുമല്ല സാധനാ ചതുഷ്ടയങ്ങളൊക്കെ കൊണ്ട് നമ്മൾ മനസ്സിനെ ശുദ്ധീകരിച്ചെടുത്ത് ആ നിർമ്മലമായ മനസ്സിൽ അതിൻ്റെ അടിത്തട്ട് വരെ കാണാൻ സാധിക്കുന്ന ഒരു പൊയ്ക പോലെ വളരെ നിർമ്മലമായി തീരുമ്പോഴാണ് ഈശ്വര സ്വരൂപത്തിനെ പ്രകാശിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മളെല്ലാം യോഗ പഠിക്കാൻ പോകുമ്പോൾ അവിടെ പറയും, യോഗ ചിത്തവൃത്തി നിരോധ. യോഗസൂത്രത്തിൽ പറഞ്ഞു വയ്ക്കുന്ന പതഞ്ജലി മഹർഷി പറഞ്ഞു വയ്ക്കുന്ന ആദ്യത്തെ ശ്ലോകമാണ്, അല്ലെങ്കിൽ യോഗയ്ക്ക് കൊടുക്കുന്ന ഒരു നിർവചനം തന്നെയാണ്. യോഗ ചിത്തവൃത്തി നിരോധ, മനസ്സിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും നിരോധിക്കുന്നതിനെയാണ് യോഗം എന്ന് പറയുന്നത്. നമുക്കറിയാം മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. മനസ്സിന് ഈ നിൽക്കുന്ന നിമിഷം എവിടെയും എത്താനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് മനോജപം എന്നെല്ലാം പറയുന്നത്. അത്ര വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വസ്തുവാണ് മനസ്സ്. ഈ മനസ്സിനെ എവിടെയെങ്കിലും ഒരിടത്ത് കെട്ടി നിർത്തുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രമകരമായ കാര്യമാണ്. യോഗയിലൂടെ പഠിപ്പിക്കുന്നതും ആ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുക എന്നുള്ള ഒന്ന് മാത്രമാണ്. ഇപ്രകാരം
ഭഗവാന്റെ ആ സ്വരൂപം കാണുവാൻ ഭാഗ്യം സിദ്ധിച്ച ആ മധുരാപുരി വാസികൾക്കൊക്കെ എന്തെന്നില്ലാത്ത ആനന്ദ സമുദ്രത്തിൽ ആറാടുവാനും ഭഗവാന്റെ സ്തുതി കീർത്തനങ്ങളെയൊക്കെ ആലപിക്കുവാനും ഉള്ള ഒരു അവസരമായി മാറുകയാണ്, ഒരു വേദിയായി മാറുകയാണ് ഈ മല്ലരംഗ വേദി. പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത് നിരവധി പരമാനന്ദസാന്ദ്രപ്രകാശം ഗോപേഷു ത്വം വെലാസീർന ഖലു ബഹുജനൈസ്താവദാവേദിതോഭൂ ദൃഷ്ട്വാ ത്വാം തദേദം പ്രഥമമുപഗതേ പുണ്യകാലേ ജനൗഖാ പൂർണ്ണാനന്ദ വിപാപാ സരസമഭിജഗുസ്ത്വത്കൃതാനി സ്മൃതാനി.